ഉച്ചത്തിലുള്ള നിലവിളി കേട്ടപ്പോൾ ഇവന്റെ അച്ഛനും കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഓടി വന്നു. പക്ഷെ അവർക്ക് ആർക്കും ഈ കടുവയുടെ മുന്നിലേക്ക് എത്തുവാനായിട്ട് സാധിക്കില്ല. ഭയം കൊണ്ട് അവർ വിറയ്ക്കുകയാണ്. ദയനീയതയോടെ ആ ചെറുക്കന്റെ ഒച്ച മാത്രം കേൾക്കാം. എന്തായാലും ആ ചെറുക്കന്റെ പിതാവ് അവിടെ കടന്ന കുറെ കമ്പ് കഷണങ്ങളും കല്ലുകളും ഒക്കെ ഈ കടുവയുടെ നേരെ വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം ഈ കടുവ ആ കുട്ടിയെ താഴെ ഇട്ടു. അവരെല്ലാം ഒന്ന് നോക്കി. വീണ്ടും ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് ആ കണ്ടൽക്കാടുകളുടെ എഴുമയിലേക്ക് അത് മറഞ്ഞുപോയി. യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. സുന്ദർബൻ എന്ന് പറയുന്നതായ കണ്ടൽക്കാടുകൾ നിറഞ്ഞതായ മനോഹരമായ ഒരു സ്ഥലം. അതിലൂടെ ഒഴുകുന്ന റായ്മംഗൽ എന്ന് പറയുന്നതായ ഒരു നദി. വളരെ ശാന്തമായിട്ടാണ് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ നദിയുടെ വെള്ളത്തിലേക്ക് നീണ്ടു കിടക്കുന്ന കണ്ടൽക്കാടുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു ബോട്ട് വളരെ സാവധാനം മുന്നോട്ട് പോവുകയാണ്. ആ ബോട്ടിൽ ഫ്രണ്ട് വശത്തായിട്ട് രണ്ടുപേര് ഇരിപ്പുണ്ട്. ഒരാൾ ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. മറ്റൊരാളെന്ന് പറയുന്നത് കാക്കി ഡ്രസ്സിട്ടതായ ഒരു മനുഷ്യൻ. അദ്ദേഹം ചുറ്റും ഈ കണ്ടൽക്കാടുകളിലാണ് അയാളുടെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസർ എന്തോ ഗൗരവത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഗൗരവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ആ കണ്ടൽക്കാടുകൾ ഇപ്പോൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിശാചിനിയായ ഒരു കടുവയാണ്. അവൾ കൊന്നുതള്ളിയത് 17 മനുഷ്യജീവനാണ്. ആ കടുവയെക്കുറിച്ചാണ് ഈ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം സൂക്ഷ്മമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാക്കി വസ്ത്രധാരിയായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് തഹവർ അലിഖാൻ എന്നാണ്. അദ്ദേഹം പ്രസിദ്ധനായ ഒരു വേട്ടക്കാരനാണ്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, മുമ്പ് ഞങ്ങൾ മറ്റൊരാളെ പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചബ്ദു ഹാജിയാണ്. അദ്ദേഹം ആണ് ഇവർ മുൻപ് പരിഗണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ തഹവർ അലിഖാന് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹാജി തൻ്റെ ആശാനാണ്. അദ്ദേഹമാണ് തന്നെ വേട്ടയാടാനൊക്കെയും പഠിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു കടുവായെ വേട്ടയാടണം, വേട്ടയാടുന്ന ആ ട്രാക്ക് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ അതിനെ വെടിവെക്കണം എന്ന് തുടങ്ങി ഒരു വേട്ടക്കാരന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും തന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു വേട്ടയ്ക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അലിഖാൻ ഇവിടെ വരേണ്ടതായ ഒരവസ്ഥയുണ്ടായത്. എന്താണെങ്കിലും ഈ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തെ രക്ഷിക്കണം, ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ അലിഖാൻ അതെല്ലാം കേട്ടുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ കണ്ടൽക്കാടുകളാണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അവിടെ ഒരു ഭീകര സത്വം ഇരിപ്പുണ്ടല്ലോ. എന്തായാലും മുന്നോട്ട് തന്നെ എന്ന് അദ്ദേഹം ചിന്തിച്ചു. കുറച്ച് സമയത്തിന് ശേഷം
അവർ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു. അപ്പോൾ ഗ്രാമത്തിലെത്തിച്ചേർന്നപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസർ ഈ ഗ്രാമവാസികളോട് പറഞ്ഞു. ഈ ഗ്രാമവാസികളെല്ലാം അവിടെ ഒത്തുകൂടി. സ്ത്രീകളടക്കം, പുരുഷന്മാരടക്കം, കുഞ്ഞുകുട്ടികളടക്കം എല്ലാവരും ഉണ്ട് അവിടെ. അവിടെ കൂടിയിരുന്ന അവരുടെ മുഖത്തെല്ലാം ഭയത്തിൻ്റെതായ മുഖഭാവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു സന്തോഷിക്കുന്ന മുഖഭാവം ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ കൂടിയിരിക്കുന്ന അവർക്ക് ഒരു ആശ്വാസ വാക്കുപോലെ ഈ ഫോറസ്റ്റ് ഓഫീസർ പറയുകയാണ്, ഈ അലിഖാനാണ് നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നയാള്. ഇദ്ദേഹം വലിയ ഒരു വേട്ടക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം എന്തു വന്നാലും ആ ഒരു കടുവയെ വകവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കെല്ലാം ഒരു ആശ്വാസത്തിൻ്റെ ഒരു അനുഭവമുണ്ടായി. അപ്പോൾ അലിഖാൻ അവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ കണ്ണുകളാണ് അവർക്കെല്ലാം ഉള്ളത്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, ഈ കടുവയെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. പെട്ടെന്ന് എനിക്കതിനെ വകവരുത്തുവാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെതായ രീതികൾ. അദ്ദേഹം അങ്ങനെയാണ്. ഒരു കടുവയെ അദ്ദേഹം വേട്ടയാടാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വേട്ടയാടുമ്പോൾ, ആദ്യം അവിടെ ചെന്ന് ആ നാട്ടിൽ ചെന്നിട്ട് ആ കടുവയെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പഠിക്കും. അതെങ്ങനെയാണ് ഇര തേടുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ ആക്രമിക്കുന്നത് എന്നെല്ലാം അദ്ദേഹം കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം അപ്രകാരം ഒരു വേട്ടയ്ക്ക് വേണ്ടി ഒരുങ്ങുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രാമവാസികളിൽ ഒരാൾ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, വളരെയധികം വിഷമത്തോടെ കൂടെ സങ്കടഭാവം നേരിട്ട ഒരു മുഖഭാവമാണ് അയാൾക്ക്. ഹൃദയം വിങ്ങുന്ന വേദനയോടെ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്നതുപോലെ ആ പിശാചിനെ ഇവർക്കാർക്കും അറിയില്ല. അപ്പോൾ അലിഖാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ പറയുകയാണ്, യജമാനനെ, എൻ്റെ മകനെ ആ പിശാച് കൊന്നുകളഞ്ഞു. ആ സംഭവം അദ്ദേഹം വിവരിക്കുകയാണ്. അദ്ദേഹം ഒരു വിറക് വെട്ടുകാരനാണ്. അദ്ദേഹം അടങ്ങിയ ഒരു സംഘം കാട്ടിൽ വിറക് വെട്ടി ആ വിറക് വെട്ടിക്കൊണ്ടുവന്ന് അത് വിറ്റിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ കാട്ടിൽ വിറക് വെട്ടാനായിട്ട് പോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏക മകൻ, 15 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകൻ, അവനെയും ഈ വിറക് വെട്ടുവാനായിട്ട് കൊണ്ടുപോയി. അവരുടെ ഒരു രീതി വെച്ചിട്ട് ഈ 15 വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഈ മകനെ, അവരുടെ മക്കളെ ഈ കാട്ടിൽ പിതാവിനോടൊപ്പം വിറക് വെട്ടാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവർക്ക് പുതിയൊരു കോടാലി കൊടുക്കും. അപ്പോൾ ഈ പിള്ളേർക്ക് ഈ വിറക് വെട്ടാനായിട്ട് പോകും വലിയ സന്തോഷമാണ്. കാരണം അവർ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ഒരു പുരുഷനായി എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാവും. കാരണം അവർ അധ്വാനിക്കാനായിട്ട് പോവുകയാണല്ലോ പിതാവിൻ്റെ കൂടെ. അങ്ങനെ വളരെ ആചാരപൂർവം അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നാട്ടുകാരുടെ സ്നേഹവും ഒക്കെയായിട്ട് ഒരു കൂട്ടമായിട്ടാണ് ഇവർ എപ്പോഴും പോകുന്നത്. അങ്ങനെ ഇവർ ഒരു ദിവസം വിറക് വെട്ടാനായിട്ട് കാട്ടിൽ പോയപ്പോൾ ഈ പയ്യൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവൻ കാര്യങ്ങളെല്ലാം പഠിച്ചു. അങ്ങനെ സന്തോഷത്തോടെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഈ മരത്തിൻ്റെ മുകളിൽ കയറി ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി അതുമാത്രമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കടുവകൾ അതുപോലുള്ള വന്യമൃഗങ്ങൾ ഏത് സമയവും ആക്രമണം ഉണ്ടാവും. പോകുന്ന ആൾക്കാരിൽ പലരും തിരിച്ചു വരാറില്ല.
അപ്പോൾ ഒരു മുൻകരുതലിന് വേണ്ടിയാണ് ഒരാളെ ഇവർ ഒരു മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി ഇരുന്ന് പരിസരം വീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാൾ പരിസരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുക്കൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിറക് വെട്ടിയതിന് ശേഷം അവൻ ആകപ്പാടെ വേർത്ത് കുളിച്ചു. അവൻ തൻ്റെ അരയിൽ കെട്ടിയിരുന്നതായ ആ തുണി എടുത്തുകൊണ്ട് അവൻ തൻ്റെ മുഖവും ദേഹവും എല്ലാം തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മുകളിലിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ, ഈ പരിസരം വീക്ഷിക്കുന്നതായ മനുഷ്യൻ, അദ്ദേഹം ഇവനോട് ചോദിക്കുകയാണ്, എന്തു പറ്റി? നീ എന്താണ് വിറക് വെട്ടലൊക്കെ നിർത്തിയിട്ട് എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം അദ്ദേഹത്തിന് ആൻസർ കൊടുക്കാൻ വേണ്ടി ഇവൻ മുകളിലേക്കൊന്ന് നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ശരവേഗത്തിൽ ചാട്ടുളി പോലെ ആ കാട്ടിൽ നിന്നും ആ പിശാച് ഇറങ്ങി വന്ന് നൊടി നേരം കൊണ്ട് ഇവന്റെ കഴുത്തിന് പിടിച്ച് ഇവനെ കൊണ്ട് മടങ്ങുകയാണ് ചെയ്തത്. ഇവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടപ്പോ ഇവന്റെ അച്ഛനും കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഓടി വന്നു. പക്ഷെ അവർക്ക് ആർക്കും ഈ കടുവയുടെ മുന്നിലേക്ക് എത്തുവാനായിട്ട് സാധിക്കില്ല. ഭയം കൊണ്ട് അവർ വിറയ്ക്കുകയാണ്. ദയനീയതയുടെ ആ ചെറുക്കന്റെ ഒച്ച മാത്രം കേൾക്കാം. എന്തായാലും ആ ചെറുക്കന്റെ പിതാവ് അവിടെ കിടന്ന കുറെ കമ്പ് കഷണങ്ങളും കല്ലുകളും ഒക്കെ ഈ കടുവയുടെ നേരെ വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം ഈ കടുവ ആ കുട്ടിയെ താഴെ ഇട്ടു. അവരെ എല്ലാം ഒന്ന് നോക്കി വീണ്ടും ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് ആ കണ്ടൽക്കാടുകളുടെ ഇരുളുമയിലേക്ക് അത് മറഞ്ഞുപോയി. ആ പിതാവ് കുറേയൊക്കെ ഓടി നോക്കി, ഒന്നും നടന്നില്ല. ആ ബാലന്റെ കരച്ചിലിന്റെ ശക്തി കുറഞ്ഞ് നേരിയതായിട്ട് വരുന്നത് മാത്രം അവർക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അത് പറയുമ്പോൾ ആ മനുഷ്യൻ ഈ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം പറയുമ്പോൾ ആ ഗ്രാമവാസികൾ എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ്. അവരുടെ എല്ലാം ഒരു വിങ്ങുന്ന മുഖം ത്തോടുകൂടിയാണ് എല്ലാവരും അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അലിഖാൻ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പോ മറ്റൊരാള് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, യജമാനനെ, ഇതേപോലെ തന്നെയാണ് ഞങ്ങളുടെയും കൂട്ടുകാരുടെ സംഭവിച്ചത്. ഞങ്ങള് ആ നദിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ മീൻ പിടിക്കുമ്പോൾ മാറി മാറിയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മീൻ പിടിക്കുമ്പോൾ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമായിട്ടാണ് ഞങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇതേപോലെ തന്നെ ഞങ്ങൾ വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയത്ത് ബോട്ടിൽ ഭക്ഷണം ക്രമീകരിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പെടുത്തി. അപ്പോ ഈ കടുവയുടെ ഈ ഒരു ശല്യമുള്ളതുകൊണ്ട് ഈ നദിയുടെ സെന്റർ ഭാഗത്താണ് വള്ളം കെട്ടിയിട്ടിരുന്നത്. അതായത് സെന്റർ ഭാഗത്ത് ഒരു കമ്പ് നാട്ടിയിട്ട് ആ കമ്പിലാണ് ഈ വള്ളം കെട്ടിയിട്ടിരുന്നത്. ഈ മനുഷ്യൻ ഈ വള്ളത്തില് അവർക്കുള്ള ആഹാരം, ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ കുറച്ച് മാറി മീൻപിടുത്തവും പരിപാടിയൊക്കെ ആയിട്ട് അവർ നിൽക്കുകയാണ്. ഇദ്ദേഹം ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിനിടയ്ക്ക് ഈ വെള്ളത്തിന്റെ ഈ തിരക്കിനിടയ്ക്ക് ഈ വള്ളത്തിന്റെ ഈ കെട്ട് കഴിഞ്ഞുപോയി. ഈ വള്ളം പതുക്കെ കരയോട് അടുത്തടുത്തടുത്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹം അറിയുന്നില്ല. ഇദ്ദേഹം ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഉറക്കെയുള്ള ഒരു നിലവിൽ മാത്രമേ കേൾക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. എന്താ സംഭവിച്ചെന്നൊന്നും ആൾക്കാർക്കറിയില്ല. അവർ പെട്ടെന്ന് ഓടി ഈ വെള്ളത്തിനടുത്തേക്ക് വന്നു.
വെള്ളത്തിനടുത്ത് വന്നപ്പോൾ ഇത് കരയോട് ചേർന്നാണ് ഈ വെള്ളം പോയി കിടക്കുന്നത്. കാരണം അത് മുൻപ് ഈ വെള്ളത്തിന് നടുക്ക് കെട്ടിയിട്ടിരുന്ന വെള്ളമാണ്. എന്നാൽ ഇവര് വെള്ളത്തിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല. ഒരു രക്തപ്പാടുകളോ ഒന്നും കാണുന്നില്ല. എന്നാൽ അവര് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു കടുവയുടെ കാൽപ്പാടുകൾ അവർക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിച്ചു. ഉടനെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ പെട്ടെന്ന് അവിടെ ബഹളമുണ്ടാക്കി. അധിക നേരം അവർക്ക് അവിടെയൊക്കെ തിരയാനായിട്ട് സാധിച്ചില്ല, ഭയം കാരണം. അവർ തിരിച്ച് മടങ്ങിപ്പോന്നു. ആ മനുഷ്യനെ ആ കടുവ കൊണ്ടുപോയി എന്ന് അവർക്ക് മനസ്സിലായി. ഒരു കുടുംബമുള്ള കുട്ടികളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ 17 പേരെയാണ് ഈ കടുവ കൊന്നു തള്ളിയത്. അപ്പോ അലിഖാന് മനസ്സിലായി ഇതൊരു ഗ്രാമത്തിന്റെ ഒരു പൊതുശത്രുവാണ്. ഈ കടുവയെ കൊന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ഇനിയിപ്പോ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും അദ്ദേഹം ഒരു അല്പസമയം അവിടെ വിശ്രമിച്ചതിനു ശേഷം അദ്ദേഹം ഈ ഗ്രാമവാസികളോട് പറഞ്ഞു, ഞാനിനിയും സമയമധികം പാഴാക്കുന്നില്ല. ഞാൻ ആ കടുവയെ തിരക്കി ഈ കണ്ടൽക്കാടുകളിലേക്ക് ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോ ഈ റായ്മംഗൽ നദിയുടെ തീരത്തുള്ള ഈ കണ്ടൽക്കാടുകൾ, സുന്ദർബൻ കണ്ടൽക്കാടുകൾ, ഈ സുന്ദർബൻ കണ്ടൽക്കാടുകളിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ ഇവിടുത്തെ നമ്മുടെ കണ്ടുവരുന്നതായ ഈ വനപ്രദേശത്തുള്ള ഒരു വനം പോലെയല്ല സുന്ദർബനിലെ വനങ്ങൾ. വളരെയധികം ചതുപ്പുകൾ നിറഞ്ഞ, അല്ലെങ്കിൽ ചതുപ്പുകൾ മാത്രമല്ല, വെള്ളക്കെട്ടുകളും ചതുപ്പുകളും അതുപോലെ അതിൽ നിൽക്കുവാൻ പാടുപെടുന്ന വൃക്ഷങ്ങളുടെ വലിയ വേരുകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് അവിടെ. അതിലേക്കൊരു മനുഷ്യന് പെട്ടെന്നൊന്നും നടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ഒരു നരഭോജിയായ ഒരു കടുവയെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആത്മഹത്യപരമായ ഒരു കാര്യമാണ്. ഓടി രക്ഷപ്പെടാനൊന്നും സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ലൊരു ട്രാക്കറെ വേണം. ട്രാക്കർ എന്ന് പറഞ്ഞാൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട് അത് എങ്ങോട്ടാണ് പോയത്, അതിൻ്റെ വരവ് പോക്കുകളൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോ ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞു. ഒരാളുടെ പേര് പറഞ്ഞു, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം നല്ല എക്സ്പീരിയൻസ്ഡായ ഒരു ട്രാക്കറാണ്. അദ്ദേഹത്തിന് അറിയാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അലിഖാൻ അദ്ദേഹത്തെ നോക്കി. പ്രായമുള്ള ഒരു മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രീതികളൊക്കെ കണ്ടപ്പോൾ അലിഖാന് മനസ്സിലായി ഇദ്ദേഹം ഇതിലൊക്കെ പറ്റുന്ന ഒരാളാണ് എന്ന്. അലിഖാന് അത് മനസ്സിലായി. എന്താണെങ്കിലും അലിഖാൻ അദ്ദേഹവുമായിട്ട് ഈ കടുവയെ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊന്നു തിന്നുന്ന ഈ പെൺകടുവയെ തിരക്കി അദ്ദേഹം അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ട്രാക്കർ ആയ മനുഷ്യൻ ആണ് മുന്നിൽ നടക്കുന്നത്. അദ്ദേഹം ഈ കടുവയുടെ കാൽപ്പാടുകളെല്ലാം നോക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അലിഖാനെ സംബന്ധിച്ച് അലിഖാൻ അറിയാം, ഒരു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു കഴിയുമ്പോൾ ഈ കടുവ ആണാണോ പെണ്ണാണോ, അതിനെത്ര നീളമുണ്ട്, ഏകദേശം എത്ര വയസ്സുണ്ട് എന്നൊക്കെയും ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം. എന്നാൽ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കടുവയുടെ കാൽപ്പാടുകളല്ല അവിടെ ഉള്ളത്.
2-3 കടുവകളുടെ കാൽപ്പാടുകൾ അവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ഈ ട്രാക്കറെ വിട്ട് അലി ഖാൻ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് കടുവകളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെയും ഈ ട്രാക്കർ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, യജമാനെ അങ്ങോട്ടല്ല, നമ്മൾ പോകുന്നത് ഈ ട്രാക്കിൽ കൂടെ തന്നെ നമുക്ക് പോയാലേ അവളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ വളരെ സാവധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ട്രാക്കുകൾ പരിശോധിക്കണം, പതുക്കെ പരിസരം വീക്ഷിക്കണം. കാരണം 2 ജീവനാണ് അലിഖാന്റെ മുമ്പിലുള്ളത്. ഒന്ന് തൻ്റെ ജീവനും ഒന്ന് ഈ ട്രാക്കറായ മനുഷ്യന്റെ ജീവനും. 2 പേരുടെയും ജീവിതം കൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് അലിഖാൻ ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ട്രാക്കർ അദ്ദേഹം വളരെയധികം വലിവിൻ്റെ അസുഖമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം വലിക്കുകയാണ്. ശ്വാസതടസ്സം അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ്. വലിയൊരു കാറ്റ് വരുന്നത് പോലെയാണ് അദ്ദേഹം വലിക്കുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൗണ്ട് കേട്ടിട്ട് ഈ കടുവ ഒന്നെങ്കിൽ തങ്ങളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വളരെ ദൂരേക്ക് അത് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇയാളെ കൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നത് അത്ര പന്തിയല്ല എന്ന് അലിഖാന് മനസ്സിലായി. അപ്പോൾ അലിഖാൻ ഇയാളോട് പറഞ്ഞു, അല്ല സഹോദര, താങ്കളും ഞാനുമായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, സമയവും പോകുന്നു, നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കളെ എനിക്ക് ഇവിടം ഇട്ടേച്ച് പോകാനായിട്ട് പറ്റില്ല. കാര്യം താങ്കളുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് താങ്കൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണം. തങ്ങൾക്ക് ഭയമാണെങ്കിൽ ഞാനൊരു ആയുധം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലിഖാൻ തൻ്റെ കയ്യിലിരുന്ന ഒരു നീളമുള്ള ഒരു പിച്ചാത്തി അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തോട് ആ മരത്തിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അദ്ദേഹം ആ മരത്തിൽ കയറുകയും അലിഖാൻ പതുക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അലിഖാൻ തന്നെയാണ് യാത്ര. അലിഖാൻ 2 കാര്യം അലിഖാൻ നോക്കണം. മുമ്പ് ആ ട്രാക്കർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ താൻ പരിസരം വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ 2 കാര്യവും ചെയ്യണം, ട്രാക്കും നോക്കണം, പരിസരവും വീക്ഷിക്കണം. പക്ഷേ താൻ ഇവിടെ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങൾ അവിടെ വീണ്ടുടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും മുന്നോട്ട് തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അലിഖാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി. മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമാണ്. ചെളിയാണ് മുഴുവൻ, വേരുകൾ, പൊങ്ങി നിൽക്കുന്ന വേരുകൾ. അത് മാത്രമല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, വെള്ളത്തിൻ്റെ കെട്ടുകൾ, ഇതെല്ലാം കൂടെ കവർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അതിൽ പതിഞ്ഞിരിക്കുന്ന ഈ കടുവയുടെ കാൽപ്പാടുകൾ തേടിയാണ് ഈ യാത്ര. അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു, ഇവിടുത്തെ കടുവകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ വനത്തിലെ കടുവകൾ പോലെയല്ല ഇവിടുത്തെ കടുവ, കുറച്ച് അഗ്രസീവാണ് ഇവ. കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവ കുടിക്കുന്നത് ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത്. ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ട് അവരുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല വളരെയധികം അഗ്രസീവുമാണ് ഇവ. പെട്ടെന്ന് ഇവ പ്രത്യക്ഷമാകുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത അവിടുത്തെ കടുവകൾക്കുണ്ട്. അതുമാത്രമല്ല മനുഷ്യനെ അവർക്ക് യാതൊരു ഭയവുമില്ല. എത്ര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാലും അവർ ടാർഗറ്റ് ചെയ്ത ആ വ്യക്തിയെ കൊണ്ട് ആ കടുവ കടന്നു കളയും. അങ്ങനത്തെ കടുവകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഓർത്തപ്പോൾ അലിഖാനെ സംബന്ധിച്ച് വളരെയധികം ഭയം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ എന്തായാലും മുന്നോട്ട് തന്നെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പതുക്കെ 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 മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് ചെന്നപ്പോഴാണ് വലിയൊരു അപകടം അദ്ദേഹത്തിന് മനസ്സിലായത്. കാരണം
വലിയൊരു വെള്ളക്കെട്ട് മുന്നിൽ ഉണ്ട്. ഈ വെള്ളക്കെട്ടിൻ്റെ അപ്പുറത്താണ് വീണ്ടും കണ്ടൽക്കാടുകളുടെ ആരംഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെള്ളക്കെട്ട് കടന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ തനിക്ക് ആ കടുവയുടെ അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം അതിന് ചുറ്റും നടന്നു. ചുറ്റും നടന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ വെള്ളക്കെട്ട് കവർ ചെയ്തിട്ട് വേണം തന്നെ പോകുവാനായിട്ട്. അങ്ങനെ അദ്ദേഹം നിരാശയോടെ നിൽക്കുമ്പോഴാണ് ഒരു മരം ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. നോക്കുമ്പോൾ ഈ മരം പൂർണ്ണമായിട്ട് ആ കരയുടെ അവിടെ വരെ എത്തുന്നില്ല. ഒരു 5-6 അടി വരെ ഇങ്ങേപ്പുറം വരെ ആ മരത്തിൻ്റെ ഒരു കമ്പ് നീണ്ടു കിടപ്പുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് വീണ്ടും അങ്ങേപ്പുറയിലേക്ക് എടുത്ത് ചാടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹം കുറേ സമയം അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ഏതായാലും ഇവിടെ ആലോചിച്ചിരുന്നൊരു കാര്യമില്ല, മറ്റൊരു വഴികളുമില്ല. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തു വന്നാലും ആ മരത്തെ ഞാന്നുകൊണ്ട് അപ്പുറേ പോകുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ തോക്കെടുത്ത് തോളത്ത് കെട്ടിവെച്ചു. അതിനുശേഷം ഈ മരത്തെ കയറി പതുക്കെ ഞാന്ന് ആ നദിയുടെ ഏകദേശം മധ്യഭാഗത്തെത്തി. വീണ്ടും കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ഈ മരം കുറച്ചും കൂടെ താന്ന് വെള്ളത്തിനോട് ഏകദേശം 2-3 അടി അടുത്തു വന്നു, ഇദ്ദേഹത്തിൻ്റെ ഭാരം കാരണം. എന്നാൽ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം വീണ്ടും മുന്നോട്ട് തന്നെ പോയി. അവസാനം ആ മരത്തിൻ്റെ അറ്റം വരെ, ആ കൊമ്പിൻ്റെ അറ്റം വരെയും അദ്ദേഹം അവിടെ ചെന്നു. ഇനി മുന്നോട്ട് കൊമ്പില്ല. എന്നാൽ 5-6 അടി ഗ്യാപ്പ് കൂടെ കിടപ്പുണ്ട്. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. അവിടുന്ന് ഒന്ന് ആടി അപ്പുറം ചാടുവാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യമോ എന്തോ അദ്ദേഹം ആ ചെളിക്കുണ്ടിലേക്കാണ് ചെന്ന് വീണത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ പതുക്കെ ചെളിക്കകത്ത് താൻ പതുക്കെ ഇറങ്ങി പോവുകയാണ്. അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തിൽ ഒരു അകാലമായ അല്ലെങ്കിൽ അകാരണമായ ഒരു ഭയം നിഴലിട്ടു. എന്താണ് ആ ഭയത്തിൻ്റെ കാരണം? നരഭോജിയായ കടുവകൾ തിങ്ങി വസിക്കുന്ന ഒരു കാട്ടിൽ, ഒരു ചതുപ്പിൽ, ഒരു പരസഹായം പോലും ഇല്ലാതെ താന് ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ ആ നരഭോജി വന്നു കഴിഞ്ഞാൽ തനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. തൻ്റെ അന്ത്യമാണത്. എന്തായാലും അദ്ദേഹം ചുറ്റുപാടും ഒന്ന് പരതി നോക്കി. അപ്പോൾ ഒരു മരത്തിൻ്റെ വേര് ഇങ്ങനെ പതുക്കെ ഈ ചെളിയിലേക്ക് ഇറങ്ങി വന്ന് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം എന്തി വലിഞ്ഞ് ആ വേരിൽ പിടിച്ചുകൊണ്ട് പതുക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഏതാനും നിമിഷത്തെ പ്രയത്നം കൊണ്ട് അദ്ദേഹം ആ അക്കരെ സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞുപോയി. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതായ തോക്ക്, ഈ തോക്ക് ചെളി കയറി പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിലേക്ക് ആയി. എന്തായാലും അദ്ദേഹം അവിടെ കയറി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. ചുറ്റുപാടും നോക്കിയിട്ട് അദ്ദേഹം പതുക്കെ ആ തോക്ക് റിപ്പയർ ചെയ്യുവാൻ വേണ്ടി, വൃത്തിയാക്കുവാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ആ തോക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നല്ലൊരു കാറ്റ് വന്നു. ഈ കാറ്റ് വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊന്ന് റിലീഫായി. അദ്ദേഹം മനസ്സൊന്ന് പെട്ടെന്നൊന്ന് ആ ടെൻഷനിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറി. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ തോക്ക് റിപ്പയർ ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഈ കാറ്റിൻ്റെ കൂടെ ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം കൂടിയാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ആ ബാലൻ്റെ ശരീരം എവിടെയോ അടുത്ത് ആ ജന്തു ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടം അവിടെ കിടപ്പുണ്ട്. അതിനർത്ഥം
അവൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ തന്നെ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയാണല്ലോ പറയുന്നത്. നാം മൃഗങ്ങളെ കാണുന്നതിന് മുമ്പ് മൃഗങ്ങൾ നമ്മളെ കാണുമെന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഭയവും, കാരണം ഈ സമയത്ത് ഒരു അറ്റാക്ക് ഉണ്ടായാൽ തനിക്ക് വെടിവെക്കാനും കഴിയില്ല, തോക്ക് പ്രവർത്തനക്ഷമമല്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ തോക്കിന്റെ ഭാഗങ്ങളെല്ലാം അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തു. ഷർട്ടിന്റെ ഒരു ഭാഗം കീറി അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് അയാൾ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അദ്ദേഹം നോക്കിയപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ആശ്വാസമുണ്ടായി. അങ്ങനെ ആശ്വാസമുണ്ടായിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോഴാണ് ഏകദേശം ഒരു 7-8 അടി മുന്നിൽ ഒരു കടുവ താനിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി പതുക്കെ നടന്നു വരികയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൽ വീണ്ടും ഭയം എന്ന വികാരം അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹം തോക്കെടുത്തുകൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ ആ കടുവയെ നിർത്തിയിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ കടുവയെ അപ്രത്യക്ഷമായിപ്പോയി. വീണ്ടും അദ്ദേഹം നോക്കുമ്പോൾ ആ കടുവ വീണ്ടും അതേപോലെ തന്നെ നടന്നു വരുന്നു. അപ്പോ ഇദ്ദേഹം എന്തു വന്നാലും വെടിവെക്കാനുള്ള ഒരു സന്നദ്ധതയോടെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഒരു മുരൾച്ച കേൾക്കുന്നത്. നോക്കുമ്പോൾ തൻ്റെ കൈയകലത്തിനടുത്തായിട്ട് ആ കണ്ടൽക്കാടുകൾക്കിടയിൽ മറ്റൊരു കടുവയുടെ മുഖമാണ് അയാൾ കാണുന്നത്. അപ്പോൾ അതിന്റെ മുഖം പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നില്ല. 2 ചെവി, തലയോടിന്റെ ഒരു ഭാഗം മാത്രമാണ് അയാൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നല്ല, 2 കടുവകൾക്ക് ഇടയിലാണ് ഇപ്പോൾ താൻ നിൽക്കുന്നത്. എന്തു വന്നാലും താൻ ആക്രമിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ തോക്കെടുത്തു. അകലേന്ന് നടന്നു വരുന്ന കടുവായുടെ ആ ഭാഗത്തുനിന്നും തോക്ക് നേരെ തന്റെ തൊട്ടടുത്തുള്ള കടുവായുടെ ഭാഗത്തേക്ക് അയാൾ തിരിച്ചു. കാരണം മറ്റേത് കുറച്ച് അകലെയാണ്. ഏറ്റവും ആദ്യം ആക്രമിക്കുന്നത് തന്റെ അടുത്തുള്ള ഈ കടുവയാണ്. അദ്ദേഹം കറക്റ്റ് നോക്കി, കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തലയോടിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അവിടെ വെടിവെച്ചാലും ഒരുപക്ഷെ ഏക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ ചെടിയോ വല്ലോ തട്ടിയിട്ട് അത് പോകാനും മതി. പക്ഷെ എന്തു വന്നാലും മറ്റൊന്നും ചിന്തിക്കാനായിട്ടില്ല. തന്റെ ജീവനാണ് ഇപ്പം പ്രാധാന്യം. അദ്ദേഹം തൂക്കെടുത്തുകൊണ്ട് ആ കടുവയുടെ നെറ്റിയിലേക്ക് നോക്കി തന്നെ വെടിവെച്ചു. പെട്ടെന്ന് ഒരു ഗർജനവും ഒരു കാടിളക്കി പോകുന്ന ഒരു സൗണ്ടും കേട്ടു. കടുവയ്ക്കൊന്നും പറ്റിയില്ല എന്നായിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം നടന്നു, ആ കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ സൗണ്ട് കേട്ടിട്ട് മറ്റേ കടുവയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 2 കടുവയുടെയും ആ ഭീഷണി തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു. അദ്ദേഹം ഇനി ഇവിടെ നിൽക്കുന്ന ഒരു പന്തികേടല്ലെന്ന് മനസ്സിലായി. അദ്ദേഹം പതുക്കെ അവിടുന്ന് എഴുന്നേറ്റു. അദ്ദേഹം ആ പരിസരം ആകെ ഒന്ന് വീക്ഷിച്ചു. ആ മനുഷ്യ മാംസം കിട്ടിയ ആ ഭാഗം അദ്ദേഹം ഒന്ന് വീക്ഷിച്ചു. അവിടെ ചെന്നു നോക്കിയപ്പോൾ ആ ബാലന്റെ അവന്റെ തല മാത്രമേ അവിടെയുള്ളൂ. ഉടലിന്റെ ഏകദേശം പൂർണ്ണമായ ഭാഗങ്ങളും ഈ കടുവ ഭക്ഷിച്ചു കഴിഞ്ഞു. തലയ്ക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ആ തലയിലേക്ക്, അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിന് വളരെയധികം വേദനയുണ്ടായി. ഒരു 15 വയസ്സുള്ള ഒരു ബാലൻ, എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടാവാം അവന്. അവന്റെ ജീവിതം, അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ, എല്ലാം തീർന്നല്ലോ. എന്തായാലും തനിക്കിനിയും അവർക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് മറ്റൊന്നുമില്ല. അദ്ദേഹം തൻ്റെ ഷർട്ട് ഊരിയിട്ട് ആ ഷർട്ടിൽ ഈ തല അദ്ദേഹം എടുത്തു വെച്ചിട്ട് ആ ബാക്കി അവശിഷ്ടങ്ങളെല്ലാം ഒരു കമ്പ് കൊണ്ട് തൂണ്ടി ആ ഷർട്ടിൽ വെച്ച് ഒരു ഭാണ്ഡം പോലെ കിട്ടിയിട്ട് അദ്ദേഹം
തൻ്റെ തൂക്കുമായി തിരിച്ച് ഇനിയും ഇവിടെ ഇപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അദ്ദേഹം അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് നല്ല വിശപ്പ് തോന്നി. കാരണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഈ കടുവയുടെ പുറകെ ഇറങ്ങിയതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആഹാര സാധനം, ബ്രെഡ്, ജാമ് കാര്യങ്ങളൊക്കെയും ആ ചതുപ്പിൽ വീണ് നഷ്ടപ്പെട്ടു പോയി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനുമില്ല. അങ്ങനെ ദാഹിച്ച് പരവശനായിട്ട് ഈ ബാലന്റെ അവശിഷ്ടങ്ങളുമായി തിരിച്ച് അയാൾ നടന്ന് ഈ താന് മുൻപേ ആക്കിയിരിക്കുന്ന ആ ട്രാക്കർ കയറിയിരിക്കുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ അയാൾ എത്തിയിട്ട് പറഞ്ഞ് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. അയാൾ കാര്യങ്ങളൊക്കെയും ആ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് എത്തി. ആ ബാലന്റെ അവശിഷ്ടങ്ങൾ ആ പിതാവിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് മാത്രമേ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചുള്ളൂ. ബാക്കി മുഴുവൻ ആ സത്വം ഭക്ഷിച്ചു കളഞ്ഞു. അദ്ദേഹം ഹൃദയവേദനയോടുകൂടി ആ അവശിഷ്ടം ഏറ്റുവാങ്ങുകയും കുറെ നേരം അദ്ദേഹം അത് നോക്കി നിന്ന് കരഞ്ഞു. അതിനുശേഷം ആ ഗ്രാമവാസികൾ ഒന്നടങ്കം ആ മൃതദേഹം അവിടെ ദഹിപ്പിച്ചു. അപ്പോൾ അലിഖാൻ പറഞ്ഞു, ഏതായാലും ഇന്ന് തന്നെ ഞാൻ ആ മൃഗത്തിനെ തീർക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണം. അപ്പോ അവിടുത്തെ നാട്ടിലെ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ അദ്ദേഹത്തിന് ചായ ഇട്ടുകൊണ്ടുവന്നു. അത്യാവശ്യം കഴിക്കാനൊക്കെ അവർ കൊടുത്തു. അതെല്ലാം കഴിച്ച് ആ ചായ എല്ലാം കുടിച്ച് അദ്ദേഹം അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുവാൻ വേണ്ടി കിടന്നു. ഏകദേശം സന്ധ്യ ആയപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. അദ്ദേഹം നോക്കുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ തൻ്റെ ചുറ്റും ഇരിപ്പുണ്ട്. അവരെങ്ങും പോയിട്ടില്ല. പക്ഷെ അവർ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. തൻ്റെ ഉറക്കത്തെ അവർ തടസ്സപ്പെടുത്തിയിട്ടില്ല. താൻ എഴുന്നേൽക്കുന്നത് നോക്കി അവരങ്ങനെ അവിടെ ഇരിക്കുകയാണ്. സന്ധ്യയായ സമയത്ത് അലിഖാൻ എഴുന്നേറ്റതിന് ശേഷം താൻ ഒന്ന് കുളിച്ചതിന് ശേഷം അടുത്ത തൻ്റെ ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്.